സംഭവിച്ചത്. ഞങ്ങളെ തിരിച്ചു പിടിക്കും. ഞങ്ങൾ ഇതുപോലെ ജനങ്ങളുടെ മുമ്പിൽ പോയി അവരോട് തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തെറ്റുകൾ തേറ്റു പറഞ്ഞു, എന്തെങ്കിലും അപാകത ഉണ്ട് തേറ്റു പറഞ്ഞു ഞങ്ങൾ ജനങ്ങളൊപ്പം സഞ്ചരിക്കുന്ന. നിങ്ങളെ കൊല്ലത്തല്ലേ മറ്റേ ഒരു വടിവാളും ഒക്കെ ആയിട്ട് തലയിൽ ചുവന്ന കെട്ടുമൊക്കെ ആയിട്ട് ജനങ്ങളോട് ഏറ്റു പറയാൻ വേണ്ടി പോകുന്നത് ഞങ്ങൾ എല്ലാവരും കണ്ടതാണ്. ഞങ്ങളൊക്കെ വടിവാളത്തുമായിട്ട് പോയിട്ടില്ല. ഇത്രയും നമ്മൾ കണ്ടതെല്ലാം പോയി, ഇനി കാണപ്പോകുന്നത് നിജം. എന്റെ ഓർമ്മയിലുണ്ട് ICU എന്ന് പറഞ്ഞിട്ടൊരു ട്രോൾ ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പം ഏതാണ്ട് മരിച്ചുപോയി ആ ഗ്രൂപ്പ്. അപ്പം അയ്യപ്പൻ്റെ പേരിൽ ഒരു 4 വരി വളരെ മോശമായിട്ടുള്ള രീതിയിൽ അയ്യപ്പസ്വാമിയെ ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു 4 വരി എഴുതിയിടുന്ന അടുത്ത് നിന്നാണ് അത് തുടങ്ങുന്നത്. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തിൽ. അതിൻ്റെ പേരിലാണ് ഒരു പരിധിവരെ വലിയ വഴക്കുണ്ടാകുന്നതും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഔട്ട്സ്പോക്കൺ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ട്രോൾ ഗ്രൂപ്പ് ഉണ്ട്. ഈ ട്രോൾ ഗ്രൂപ്പ് തുടങ്ങുന്നത് പോലും അയ്യപ്പനെ അപമാനിച്ചുകൊണ്ട് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഈ ഇടതുപക്ഷക്കാരുടെ അന്നത്തെ വലിയ വിപ്ലവങ്ങളും വിപ്ലവ ചിന്തകളും പുരോഗമന ചിന്തകളും ഒക്കെ നമ്മൾ അന്ന് കണ്ടതാണ്. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി ഇന്നൊരു 10 വർഷം കഴിയുന്ന സമയത്ത് ഇന്ന് സഖാക്കൾ എല്ലാവരും കൂടി മുമ്പിൽ ഇറങ്ങി വന്നു നിന്നിട്ട് ഞങ്ങളുടെ അയ്യപ്പനെ അപമാനിക്കുന്നോ, ഞങ്ങളുടെ മതവികാരം വ്രണപ്പെടുത്തുന്നോ എന്നൊക്കെ ചോദിച്ച് വരുന്നത് കാണുമ്പോൾ കാലം എന്നൊന്നുണ്ടെന്നും അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു വലിയ സത്യമാണെന്നും പറഞ്ഞ് ഒന്നും കൂടി ഒന്ന് ശരണം വിളിക്കാൻ മാത്രമേ എനിക്ക് സാധിക്കുന്നുള്ളൂ. സഖാക്കളെ, നിങ്ങൾ അയ്യപ്പൻ്റെ പേരിൽ വോട്ട് ചോദിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് അവർ പറഞ്ഞോട്ടെ, എനിക്ക് യാതൊരു വിരോധവും ഇല്ല. അയ്യപ്പൻ്റെ പേരിൽ ഇവരെന്തൊക്കെയായി നാട്ടിൽ കാണിച്ചു കൂട്ടിയേ. ഒരു സഹായം ചെയ്തു കൊടുത്തപ്പോ അത് വിളിച്ചുകൂടി നമുക്കിട്ട് പണിയ. കേരളവർമ്മ എന്ന് പറഞ്ഞിട്ടൊരു കോളേജുണ്ട്. ആ കോളേജിനകത്ത് ഒരു സ്ത്രീയുടെ ചോര ഒലിച്ചിറങ്ങുന്ന കാലിൻ്റെ ഇടയെന്ന് അയ്യപ്പൻ്റെ നമ്മുടെ ശബരിമലയിൽ കാണുന്ന അയ്യപ്പസ്വാമിയെ തല തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ അകത്ത് നിറങ്ങി വന്നിട്ട് അവിടെ SFI എന്നും പറഞ്ഞ ബോർഡ് ഇപ്പോഴും നമുക്ക് സോഷ്യൽ മീഡിയയിലും മറ്റ് കാര്യങ്ങളിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ചിത്രമാണത്. അതിൻ്റെ ഫോട്ടോസ് ഇവർ വരച്ചു വെച്ചിരിക്കുന്നതിൻ്റെ. അപ്പോഴൊന്നും ഇവർക്ക് മതവികാരം വ്രണപ്പെട്ടില്ലേ? ആരെങ്കിലും പരാതിപ്പെട്ട് കഴിഞ്ഞാൽ അയ്യോ നിങ്ങൾക്ക് കുരുപൊട്ടിയെങ്കിൽ നിങ്ങൾ പോയി ഓയിൻമെന്റ് വരട്ടു എന്നൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് ഭംഗിയായിട്ട് തോറ്റു കഴിഞ്ഞപ്പോൾ അയ്യപ്പൻ്റെ പേരിൽ തന്നെ തോറ്റു കഴിഞ്ഞു എന്ന് മനസ്സിലാകുന്ന സമയത്ത് സഖാക്കൾ ഇമ്മാതിരി ഉടായ്പകളൊക്കെ ആയിട്ട് ഇറങ്ങുന്നേ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. കേരളം നെഞ്ചേറ്റി എന്നുള്ളത് ആവർത്തിച്ച് പറയാം. ഏത് കൊച്ചുകുട്ടിയുടെ നാവിൽ പോലും ഇത് പോറ്റിയെ കയറ്റിയെ എന്ന് കേട്ടാൽ തന്നെ ബാക്കി വരികൾ അവർ പാടിത്തരും. പക്ഷെ സഖാക്കൾക്ക് ഇത് സഹിക്കാവുന്നതിനും അപ്പുറമാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ MF ഹുസൈൻ എന്ന് പറയുന്ന നമ്മുടെ വിശ്വവിഖ്യാതനായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്, അദ്ദേഹം സരസ്വതി ദേവിയെ ഉൾപ്പെടെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹം ചിത്രങ്ങൾ വരച്ചു. ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞു. എത്രയോ പരാതികൾ ഇവിടുന്ന് പോയി, എത്രയോ വിവാദങ്ങളുണ്ടായി, എത്രയെത്ര ലേഖനങ്ങൾ അതിൻ്റെ പേരിലുണ്ടായി. അദ്ദേഹത്തിന് രാജാരവർമ്മയുടെ പേരിൽ പുരസ്കാരം കൊടുക്കുന്നു. അപ്പോഴൊക്കെ ഇവരെന്താ ചെയ്തത്? ആൾക്കാരെ നോക്കി പരിഹസിക്കുകയായിരുന്നു. ഇപ്പോൾ സ്വന്തം നെഞ്ചിനകത്ത് അമ്പ് കൊള്ളുന്നൊരു സാഹചര്യം വന്നപ്പോൾ പെട്ടെന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് പരിധി വന്നു. പെട്ടെന്ന് തന്നെ വികാരം വ്രണപ്പെടാൻ പാടില്ല എന്നായി. എന്താന്ന് ഇപ്പൊ പിടികിട്ടിയായിരിക്കും. ശ്രീ M സ്വരാജ് DYFIയുടെ മുൻ പ്രസിഡന്റൊക്കെ ആയിരുന്നല്ലോ, അദ്ദേഹം എത്ര മോശമായിട്ടാണ് അയ്യപ്പസ്വാമിയെ കുറിച്ചിട്ട് സംസാരിച്ചത് നിന്നിട്ട്, എത്ര മോശമായിട്ട് എത്ര ഹീനമായിട്ടാണ് സംസാരിച്ചത്. ഇന്ന് വരെ പിന്നെ അതിനുശേഷം നിയമസഭ കാണാനുള്ള ഒരു യോഗം അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. സിറ്റിംഗ് സീറ്റിൽ തോറ്റു, അതിനുശേഷം സ്വന്തം നാട്ടിൽ ജനിച്ചു വളർന്ന നാട്ടിൽ പോയി തോറ്റു. അപ്പോൾ ഒരേ ടൈമിൽ 2 തവണ തോക്കുന്നു എന്ന് പറയുന്ന അപൂർവമായ റെക്കോർഡ് വരെ അദ്ദേഹത്തിന് കിട്ടുന്ന തരത്തിലുള്ള സാഹചര്യം ഉണ്ടായി. അപ്പം ഞാൻ ഈ സർക്കാരിനെതിരായിട്ടുള്ള അതിനിപ്പോൾ പാട്ടാവട്ടെ, വരികളാകട്ടെ, കഥാപ്രസംഗമാവട്ടെ, മറ്റെന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, അത് ഈ നാട്ടിൽ അനുവദിക്കില്ല എന്ന് പറയുന്ന ഒരു നയം തന്നെയാണ് ഇടതുപക്ഷം എടുത്തുകൊണ്ടിരിക്കുന്നത്. ശരിയായ ഫാസിസം എന്താണ് എന്നുള്ള കാര്യം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്രേ ഉള്ളൂ. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. അശീലമാണോ? അല്ല. പോറ്റിയെ കയറ്റി, അത് അശീലമാണോ? അല്ല. പോറ്റിയെ കയറ്റി എന്നുള്ള കാര്യം നമുക്കറിയാം. എവിടെ കയറ്റി? ശബരിമലയിൽ കയറ്റി അല്ലേ? അവിടെ നിന്ന് എന്ത് ചെയ്തു? സ്വർണ്ണം കട്ടു. ഇതിനകത്ത് എന്താണ് അശീലം ഇരിക്കുന്നത്? അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്താണ് തെറ്റായിട്ടിരിക്കുന്നത്? ഈ പറയുന്ന സാധനങ്ങളൊന്നും ഇതല്ല. അവിടെ ഇരുന്ന കട്ടളയും വാതിലും ഒക്കെ ഇളക്കിയെടുത്തോണ്ട് പോയി എന്നുള്ള കാര്യം നമുക്കറിയാവുന്ന കാര്യമല്ലേ? എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. ഞാൻ പറയുന്നത് പോറ്റിയെ കയറ്റിയ സ്വർണ്ണം കട്ട എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ? അതിനകത്ത് ശാസ്താവിന്റെ ധനം ഊറ്റിക്കൊണ്ടുപോയി എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനകത്ത് ശാസ്താവിനെ കുറിച്ചിട്ടോ അയ്യപ്പനെ കുറിച്ചിട്ടോ മോശമായിട്ട് ഒരു വാക്ക് പോലും പറയുന്നില്ല. സ്വർണ്ണം കെട്ടത് ആരപ്പ? സഖാക്കളാണ്, അയ്യപ്പ. ഇത്രേ പറയുന്നുള്ളൂ. ഇവിടെ ആരെങ്കിലും മോശമായിട്ട് പറയുന്നുണ്ടെങ്കിൽ അത് സഖാക്കളെ മാത്രമേ ഉള്ളൂ. നമ്മളെയാണല്ലോ മച്ചമ്പി. മറ്റു കാര്യങ്ങളും ചിലപ്പോൾ അസ്വസ്ഥരാക്കുന്നുണ്ടാകും. കാരണം ശബരിമല ഈ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ ആയിരിക്കില്ലേ ശ്രീ അതാണല്ലോ ഹജി ലൂക്കോസ് കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞങ്ങൾ നേരത്തെ ആ പാട്ടൊക്കെ പാടിക്കോട്ടെ എന്ന് കരുതിയാൽ പോരെ? സന്തോഷായി.
ഇതിന്റെ പേരിൽ യുവരാജൻ, നടപടിയെടുക്കാൻ ഞാൻ നിങ്ങൾ ആരാ? എന്നെയൊന്നും അല്ല, ഇത് എന്നെയൊന്നും ആൾക്കാർ ഈ പറയാൻ പാട്ട് സമ്മതിക്കൂ. കേൾക്കാൻ പാടില്ല, ആൾക്കാർ ഈ പാട്ട് പാടാൻ പാടില്ല, ആൾക്കാർ ഈ പാട്ട് ഒരിടത്തും വെക്കാൻ പാടില്ല എന്ന് പറയാൻ നിങ്ങൾ ആരാ? അതെനിക്ക് മനസ്സിലായില്ല. ഗവൺമെന്റ് ആരാ? നിങ്ങൾ അത് ഉത്തരം പറ. അത് റെജി ലൂക്കോസ്, ഇന്നലെ രാജു എബ്രഹാം പറഞ്ഞതിൽ എല്ലാം ഉണ്ട്. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് രാജു പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസും ലീഗും ചേർന്ന് ആവിഷ്കരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലായി. അവിടെ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ പാട്ട് ഉണ്ടാക്കിയത് അത് ഇസ്ലാം മത വിശ്വാസികളാണ് എന്ന രീതിയിലേക്ക് നിങ്ങൾ കൊണ്ടുപോവുകയാണ് ഇതിനെ. അങ്ങനെയൊന്നും കൊണ്ട് കെട്ടരുത് അവിടെ. ഞാനോ എങ്ങനെയുണ്ട് വളഞ്ഞു പറഞ്ഞോ? സഖാവ് റെജി ലൂക്കോസ്, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. സഖാക്കൾ ശബരിമലയിൽ കയറി നടത്തിയിരിക്കുന്ന മോഷണമാണ് ഇതിന്റെ ക്രക്സ്. സഖാക്കൾ ശബരിമലയിൽ മോഷണം നടത്തിയത് പാടാൻ പാടില്ല, പറയാൻ പാടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. ഒരു മര്യാദ വേണ്ടേ? തെരഞ്ഞെടുപ്പ് സമയത്ത് ശബരിമലയിൽ സഖാക്കൾ നടത്തിയ മോഷണം നടത്തിയ മോഷണത്തെ കുറിച്ചല്ലാണ്ട് പിന്നെ എന്തിനാണ് ഇതിനെ കുറിച്ചാണ് പറയേണ്ടത്? പത്മകുമാർ സഖാവല്ലേ? ഏത് ഒരു ഗുണ്ടെ തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. ഇയാളെ കള്ളനെന്ന് പറഞ്ഞു അതിന് മറുപടി പറയാം. അല്ല, അപ്പൊ പിന്നെ ഇപ്പൊ ജയിലിൽ കിടക്കുന്ന എന്തിനാ? കടക്കല്ലേ റെജി ലൂക്കോസ്? നമുക്കറിയില്ലേ നമ്മുടെ കോടതി നടപടി. ജയിലിലാണ് കിടക്കുന്നത്. നിങ്ങൾ എന്താ പി.ടി. കുഞ്ഞുമുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്താ? രാഹുൽ ഈശ്വരനെയും നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത നിങ്ങൾ എന്തുകൊണ്ട് പി.ടി. കുഞ്ഞുമുഹമ്മദിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? അപ്പൊ തട്ടിപ്പാണല്ലേ? ആഭ്യന്തര മന്ത്രാലയം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ പിണറായി വിജയനാണ്. ദേവസ്വം ബോർഡ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് CPM തന്നെയാണ് കഴിഞ്ഞ 10 വർഷമായിട്ട്. ശരി, ഈ സ്വർണം പോയത് ആരാണ് എടുത്തോണ്ട് പോയതെന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? എന്നാൽ ഈ സഖാക്കളൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ആരാ എടുത്തോണ്ട് പോയത്? അല്ല ഗോകുൽ, അന്വേഷണം നടത്തിയപ്പോ അകത്ത് പോയത് ആരൊക്കെയാ? അത് സഖാവ് വാസുവും സഖാവ് പത്മകുമാറും ഒക്കെയാണ് അകത്ത് പോയിരിക്കുന്നത്. അപ്പൊ പിന്നെ നാട്ടുകാർ പറയില്ലേ സ്വാഭാവികമായിട്ട് സ്വർണം കെട്ടതാരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുന്നതിനകത്ത് എന്താണ് തെറ്റ്? എനിക്ക് മനസ്സിലാകുന്നില്ല. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? അല്ല, അത് തന്നെയാണ് അതിന്റെ തെറ്റ്. അത് ഗോകുൽ മനസ്സിലായില്ലേ? താക്കോൽ ഇപ്പൊ എവിടെ ഇരിക്കുന്നത്? മരുന്നെടുപ്പിക്കാത്ത അവിടെ ഇരിക്കട്ടെ. ചർച്ചപ്പെടുത്തുന്ന കള്ളന്മാരെ പിടിച്ച് അകത്തിട്ടുള്ളവരോ എനിക്ക് അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയില്ലാത്ത സമയം ചെയ്തിട്ടാണ് ആദ്യം മുതലേ പറയുന്നുണ്ട്. പക്ഷേ 2 സ്റ്റാർ ഉണ്ട്, കണ്ടീഷൻസ് അപ്ലൈ. സഖാക്കളാണെന്നുണ്ടെങ്കിൽ വേണ്ടെന്നുള്ളത്. മഞ്ജുഷ, എനിക്ക് മനസ്സിലാത്ത കാര്യം വെച്ച് കഴിഞ്ഞാല് ശബരിമലയിൽ കയറി മോഷണം നടത്തിയെന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു എതിരഭിപ്രായം ആർക്കും ഇല്ല. അത് നടന്നിരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തിലാണെന്നുള്ള കാര്യത്തിനകത്ത് ആർക്കും യാതൊരു എതിരഭിപ്രായവും ഇല്ല. ഇവിടെ ചോദിക്കാനും പറയുന്ന ആരുമില്ലേ? അതിനകത്ത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ദേവസ്വം കമ്മീഷണർ വാസുവിന്റെ കാര്യത്തിനകത്ത് എന്തുമാത്രം അമിത താല്പര്യം പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ കാണിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് നല്ല നിശ്ചയമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രായം തെരഞ്ഞെടുപ്പാണ്, ശബരിമലയുടെ പേര് പറയാൻ പാടില്ല. അതുകൊണ്ട് അതെ നോക്കൂ, അവിടെ മലയുടെ മുകളിലുള്ള ഒരു സ്ഥലത്ത് അവിടെ കയറിയിട്ട് ഒരു 18 പടിയൊക്കെ ഉണ്ട് കേട്ടോ. ആ 18 പടിയുടെ മുകളിൽ ഇരിക്കുന്നതിന്റെ അവിടെ ഒരു വാതിലുണ്ട് കേട്ടോ. ആ വാതിലിന്റെ ഫ്രണ്ടിൽ 2 വിഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് കേട്ടോ ഇളക്കി എടുത്തോണ്ട് പോയത് എന്ന് പറയണോ? അതോ ശബരിമലയിൽ കയറി ഇവന്മാരെ അയ്യപ്പന്റെ മുതൽ അടിച്ചോണ്ട് പോയി എന്ന് പറയണോ? രണ്ടാമത്തതേ ഞങ്ങൾ പറയൂ. ശബരിമലയുടെ പേര് പറയാൻ പാടില്ല, അവിടെ നിന്ന് അയ്യപ്പന്റെ പേര് പറയാൻ പാടില്ല, അയ്യപ്പന്റെ പേരിൽ ഞങ്ങൾക്ക് വോട്ട് തരണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് അയ്യപ്പന്റെ മുതൽ അടിച്ചുകൊണ്ട് പോയ ആൾക്കാരാണ് ഇവര്, ഇടതുപക്ഷക്കാര്, ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ, അവരെ നിങ്ങൾ തിരിച്ചറിയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. അല്ല, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കാഫിർ എന്ന് പറഞ്ഞിട്ട് കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചാരാ? അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ. അല്ലല്ല റെജി ലൂക്കോസെ, ഞങ്ങൾ അങ്ങനെ വർഗീയതയുടെ കുത്തകാവകാശമൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. കാരണം അത് കുറച്ച് നിങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാഫിർ എന്ന് പറഞ്ഞൊരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി പ്രചരിപ്പിച്ചതാരാ? സഖാക്കൾ തന്നെയല്ലേ? അടിപൊളി. അത് യുവരാജിനെ അവരെയൊന്നും കണ്ടപുഷ്ടമൊന്നും വേണ്ട. അവരുടെയൊക്കെ മൈലേജ് ഒക്കെ പോയി. അവിടെയെല്ലാം ഇപ്പൊ ജയിച്ചിരിക്കുന്ന ഇടതുപക്ഷ വടകരയിലൊക്കെ മുനിസിപ്പാലിറ്റി അവിടെ വിളിച്ചു. സന്തോഷമുണ്ടോ? നിങ്ങൾ അങ്ങനെ പിടിക്കണം. അതിന് മുമ്പ് എവിടെയൊക്കെ ഉണ്ടായിരുന്നു ഓർമ്മയുണ്ടോ? ഉണ്ടായിരുന്ന സ്ഥലത്തൊക്കെ ഉണ്ടോ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഉണ്ടായിരുന്ന സ്ഥലത്തൊക്കെ ഇപ്പോഴുണ്ടോ? യുവരാജ് തൃശ്ശൂർ തിരുവനന്തപുരം നിങ്ങൾ 45 കൊല്ലം ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലം ഉണ്ടോ അവിടെ? അല്ല, ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരം തൃശ്ശൂർ ഞങ്ങൾക്ക് പുതിയതായി പിടിക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്ന കാര്യം ഞാൻ അംഗീകരിക്കുന്നു. ശ്രീ റെജി ലൂക്കോസ്, തൃശ്ശൂർ ഞങ്ങൾക്ക് പുതിയതായി പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന സാധനം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ 45 കൊല്ലം നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന തിരുവനന്തപുരം നഗരസഭ അവിടെ ഉണ്ടോ പോയോ? സംഭവിച്ചു. ഞങ്ങളെ തിരിച്ചു പിടിക്കും. ഞങ്ങൾ ഇതുപോലെ ജനങ്ങളുടെ മുമ്പിൽ പോയി അവരോട് തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തെറ്റുകൾ തേച്ചു പറഞ്ഞ് എന്തെങ്കിലും അപാകത കൊണ്ട് തേച്ചു പറഞ്ഞ് ജനങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന നിങ്ങൾ കൊല്ലത്തല്ലേ മറ്റേ ഒരു വടിവാളും ഒക്കെ ആയിട്ട് തലയിൽ ചുവന്ന കെട്ടുമൊക്കെ ആയിട്ട് ജനങ്ങളോട് ഏറ്റു പറയാൻ വേണ്ടി പോകുന്നത് ഞങ്ങൾ എല്ലാവരും കണ്ടതാണ്. വെറുതെ ചിരിപ്പിക്കരുത്.
ഞങ്ങളങ്ങനെ വടിവാളത്തുമായിട്ട് പോയിട്ടില്ല. ആപത്തുമില്ല. ഇത്രയും നമ്മളെ കണ്ടതെല്ലാം പോയി, ഇനി കാണപ്പോകത് നിജം. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറാ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ.